മോളുടെ പേര് സിയ. സിയ. സ്കൂളിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാ? നന്ദന. അതുപോലെ കന്നഡ പാട്ടും തെലുങ്ക് പാട്ടെല്ലാം പാടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൊച്ചു കലാകാരിയാണ്. മോളെ നമസ്കാരം. നമസ്കാരം. മോളുടെ പേര് സിയ. സിയ. വീട് എവിടെയാ? പൊതുവാച്ചേരി. പൊതുവാച്ചേരി, കണ്ണൂർ ജില്ലയിലെ പൊതുവാച്ചേരി അല്ലേ? ഇപ്പൊ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? കുമ്പംപള്ളിപ്പോയിൽ. ആരുടെ വീടാ? അമ്മേന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരാഴ്ച അമ്മേന്റെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചു കലാകാരിയാണ് എന്ന്. അപ്പോ എന്താണ് കലയായിട്ട് ബന്ധം? കലയായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് ഇതില് ഡിസ്ട്രിക്റ്റും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ എവിടെയായിരുന്നു അരങ്ങേറ്റം? ചൊവ്വ അമ്പലത്തിൽ നിന്നാണ് അരങ്ങേറ്റം അല്ലേ? പിന്നെ പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ആരുടെ കീഴില? പ്രേമരാജൻ മാഷ്, ചാലശ്ശേരി. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു പാട്ട് പാടിയാലോ? ഒരു 4 പേര്. ആദ്യമായിട്ട് ഏത് പാട്ടാ പാടുന്നത്? ജൂണിലെ നിലാമഴയിൽ അല്ലേ? ഒന്ന് പാടിയാലോ? പാടി. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ഒരു ലോലമാം നറുതുള്ളിയായി, ഒരു ലോലമാം നറുതുള്ളിയായി, നിന്റെ നെറുകിലൊരുകുന്നതിൻ ഹൃദയം, ജൂണിലെ നിലാമഴയിൽ നാളമായി നനഞ്ഞവളെ. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ്? പെരളശ്ശേരി സ്കൂളിൽ അല്ലേ? എത്രാം ക്ലാസ്സിലാണ്? ഇനി 9ലേക്ക് ഇപ്പൊ പാസ്സായിട്ടുണ്ട് അല്ലേ? എങ്ങനെ പഠിക്കാനല്ല? എങ്ങനെ നന്നായിട്ട് പഠിക്കുമല്ലേ? പിന്നെ സ്കൂളിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാ? നന്ദന. എവിടെയാ കുട്ടീന്റെ വീട്? മുണ്ടയോട്. അപ്പോൾ വിളിക്കാറുണ്ട്, പറയാറുണ്ട്, സംസാരിക്കാറുണ്ടല്ലേ? ആ കുട്ടിയും ഇനി 9ലേക്കായിരിക്കും അല്ലേ? അടിപൊളി. എല്ലാവരുടെയും സപ്പോർട്ട് എങ്ങനെയാ? എല്ലാവരും നല്ല സപ്പോർട്ട് അല്ലേ? ഫ്രണ്ട്സും അതുപോലെ മാഷന്മാരും സപ്പോർട്ട് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് ഏതാ പാടാൻ പോകുന്നത്? ഒരു ഹിന്ദി പാട്ട് ഏതാന്ന്? ഈശ്വർ ആ പാട്ടാണോ? ഒരു ശിവഭക്തി ഗാനം അത് അല്ലേ? അടിപൊളി. ईश्वर सत्य है, सत्य ही शिव है, शिव ही सुंदर है, जागो कर देखो, जीवन जो तो जागर है, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम सत्यम शिवम सुंदरम, सत्यम शिवम सुंदरम, सुंदरम सुंदरम. അടിപൊളിയായിട്ടുണ്ട്. ഏത് തരം പാട്ട് പാടാനാണ് ഇഷ്ടം? സിനിമ പാട്ട്. മെലഡി ആണോ? അല്ല എങ്ങനെയുള്ള?
മെലഡിയാണ് കൂടുതൽ ഇഷ്ടമല്ലേ? ഈ ഒരു പാട്ട് നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പാടിയിട്ട് നല്ല കയ്യടി വാങ്ങിയല്ലേ അല്ലേ? അപ്പോൾ അന്നും ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും പറയുന്നു, നന്നായിട്ട് അത് എല്ലാവരും ആസ്വദിച്ചൊരു പാട്ട് തന്നെയായിരുന്നു. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, ഏച്ചി, പിന്നെ അമ്മമ്മയുണ്ട്. അമ്മമ്മയുണ്ട് അല്ലേ? അച്ഛൻ എന്താണ്? അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് ഹരിദാസ്. ഹരിദാസ്. എന്താണ് ജോലി? ഇപ്പോൾ കളക്ടറേറ്റിലെ ക്ലർക്ക്, എയർഫോഴ്സിലായിരുന്നു. നേരത്തെ എയർഫോഴ്സിലായിരുന്നു, ഇപ്പം കളക്ടറേറ്റിലാണ് അല്ലേ? അതുപോലെ അമ്മയുടെ പേര്? അമ്മയുടെ പേര് ലിജ. ലിജ. ചേച്ചീൻ്റെ പേര്? സഞ്ജന. എല്ലാവരും എങ്ങനെയാണ് പിന്നെ പാട്ടിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട്? നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ട് അല്ലേ? പിന്നെ ഹിന്ദി പാട്ട് വേറെ ഏത് പാട്ടാ പാടുക? അടിപൊളിയാ? മെലഡി പോലെ തന്നെയാണ്. എന്താ ഒന്ന് പാടിയാലോ? പാടിക്കോ. ये रातें ये मौसम नदी का किनारा ये चंचल हवा ये रातें ये मौसम नदी का किनारा ये चंचल हवा कहाँ दो दिलों ने कि मिलकर कभी हो न होंगी जुदा ये रातें ये मौसम नदी का किनारा ये चंचल हवा. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഈ പാട്ടിനെ ജഡ്ജ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷെ കേട്ട് ആസ്വദിക്കാനറിയാം. നന്നായിട്ടുണ്ട്. ഇപ്പം ഒരു പാട്ട് പാടുക, പാട്ട് പഠിക്കുന്ന ഏതൊരാൾക്കും, ഒരു പാട്ടുകാരായാലും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ആയാലും ഒരുപാട് ഇഷ്ടം, നമുക്ക് ആരാധന ഉണ്ടാവും. അങ്ങനെ ആരെയാണ്, പാട്ടുകാരിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? യേശുദാസിന് ഇഷ്ടമാണ്. യേശുദാസ് അങ്കിളിനെയാണ് ഇഷ്ടം അല്ലേ കൂടുതൽ? MG ശ്രീകുമാർ സാർ. ഫീമെയിലോ? ഫീമെയിൽ ചിത്ര ചേച്ചി, സുജാത ചേച്ചി. അങ്ങനെ അതായത് ഒരാളെ ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റൂല അല്ലേ? എല്ലാവരും ഒരുപോലെ ഇഷ്ടമാണ്. അതുപോലെ മ്യൂസിക് ഡയറക്ടേഴ്സിന് എല്ലാവരും ഇഷ്ടമാണ് അല്ലേ? പിന്നെ നമുക്ക് തമിഴ് പാട്ട് പാടുമോ? ഒരു പാട്ട് പാടിയാലോ? ഏത് പാട്ട്? മുൻപേവാ എന്ന അൻപേവാ അല്ലേ? അടിപൊളി, നല്ല ഫീലുള്ള പാട്ട്. പാടിക്കും. മുൻപേവാ എന്നൻപേവാ ഊനവായ് ഉയരേവാ മുൻപേവായിൻ അൻപേവാ പൂപ്പൂവായ് പൂപ്പൂവാനാ നാനാ കേട്ടേൻ என்னை நானே நானியா நெஞ்சம் சொல்லதே முன்பேவாய் நன்பேவா ஊனவாய் உயிரேவா முன்பேவாயின் அன்பேவா പൂപ്പൂവായ് പൂപ്പൂവാ. എന്തൊരു ഫീലാണ്, നല്ല ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പാട്ടിൻ്റെ രംഗത്ത് നോക്കിയാൽ എന്താവാനാണ് ആഗ്രഹം? അതായത് വലിയൊരു ഗായികയാവാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു സിനിമയിലെല്ലാം പാടാനുള്ള അത്രത്തോളം ലെവലിലേക്ക് ആഗ്രഹമുണ്ടോ? എങ്ങനെയാണ്? അങ്ങനെ ഇല്ല, എനിക്ക് പാട്ട് സൈഡിലൂടെ കൊണ്ടുപോകണം. മെയിനായിട്ട് ഒരു ലക്ഷ്യത്തിലെത്തണം എന്നാണ്, പഠിച്ച് ഒരു ലക്ഷ്യത്തിലെത്തണം. ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? IAS. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ആഗ്രഹം സാധിക്കട്ടെ, സാധിക്കുന്ന ഒരു തോന്നൽ എനിക്കും ഉണ്ട്. എന്തായാലും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു പാട്ട് ഏതായിരിക്കും? അടുത്തത് മലയാളം. മലയാളം പാട്ട് പാടിക്കോളൂ. ഏതാ? എത്രയോ ജന്മമായി. എത്രയോ ജന്മമായി, എല്ലാം നല്ല ഫീലുള്ള പാട്ടോ അല്ലേ? പാടിക്കോ, അടിപൊളി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെയും പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അടിപൊളി. പിന്നെ പാട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് പാടിയിട്ട് അങ്ങനെ കണ്ണൂരും കടന്നിട്ട് എവിടെയും പോയിട്ടുണ്ടോ?
തിരുവനന്തപുരം പോയിട്ടുണ്ട്. അത് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് പോയി. പിന്നെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? ആ, കലോത്സവത്തില് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ കുറെ മൊമെന്റ് ഇങ്ങനെ അതൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പൊ നാട്ടിലൊക്കെ സ്റ്റേജിലൊക്കെ അങ്ങനെ പാടാറുണ്ടോ? പോവാറുണ്ട്. ഏത് ടൈപ്പാ പാട്ട് പാടുക? ഇതേ ടൈപ്പാണോ അല്ല അടിച്ചുപൊളിയെല്ലാം പാടുവോ? എല്ലാം പാടും. പിന്നെ നാട്ടിൽ നിന്ന് അങ്ങനെ വിളിച്ചിട്ട് അംഗീകരിക്കുക എന്തെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ നാട്ടുകാരോട് നമുക്ക് എന്തെങ്കിലും പറയണ്ടേ? ചെറിയ കുട്ടിയായതുകൊണ്ട് അത്രയൊന്നും അങ്ങനെ പറയാൻ അറിയില്ല. മാത്രമല്ല ഇങ്ങനെ ഈ മീഡിയയിലൊന്നും വന്നിട്ട് വീഡിയോന്റെ മുന്നിലൊന്നും വന്നിട്ട് അങ്ങനെ സംസാരിക്കാറൊന്നും വന്നിട്ടുണ്ട്. കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ന്യൂസിലും ഒക്കെ അങ്ങനെ അല്ലേ? അടിപൊളി. പിന്നെ അപ്പോൾ നാട്ടുകാർക്ക് നമുക്ക് പറയാം, എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നന്നായിട്ട് പാടുന്ന നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ നല്ല സപ്പോർട്ട്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അല്ലേ? നമുക്കൊരു എൻ്റെ ഒരു ഇഷ്ടമുള്ള പാട്ട് പറയട്ടെ. ചിലപ്പോൾ മോൾക്ക് പാടാൻ പറ്റുമോ അല്ലെ പാടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാജഹംസമേന്ന് ഒന്ന് പാടിയാലോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ? എനിക്ക് അല്ല മൊത്തം ഒന്നും അറിയണ്ട, ഇതേപോലെ ഒരു 2 വരിയോ 4 വരിയോ ഒന്ന് പാടിയാലോ? രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ. ഓ രാജഹംസമേ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇത് പാടി ട്രൈ ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ നേരത്തെ? ഇങ്ങനെ ട്രൈ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ കേട്ടിട്ടുള്ള ഒരു പാടുക. എന്തായാലും എനിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഈ വീഡിയോ കാണുന്ന ആൾക്ക് വേണ്ടിയിട്ടും പാടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഭക്തിഗാനങ്ങൾ അങ്ങനെ ഏതെങ്കിലും എല്ലാം ഒരു ഹിന്ദിപ്പാട്ട് പാടി നമ്മുടെ മലയാളം ഭക്തിഗാനം എന്തെങ്കിലും? നൃത്തമാടു കൃഷ്ണ. പാടിക്കോളൂ. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ വെണ്ണ തരാം ഗോപാല മുകുന്ദ വെണ്ണ തരാം ഗോപാല. നൃത്തം ഞാനിങ്ങനെ ആടും സഖികളെ നൃത്തം ഞാനിങ്ങനെ ആടും സഖികളെ ദേഹം തളരുന്നു നോവുന്നു കാലുകൾ ദേഹം തളരുന്നു നോവുന്നു കാലുകൾ. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ വെണ്ണ തരാം ഗോപാല മുകുന്ദ വെണ്ണ തരാം ഗോപാല. അടിപൊളി. മോളുടെ പാരമ്പര്യത്തിൽ അതായത് അമ്മയോ അച്ഛനോ അച്ചാച്ചനോ അമ്മമ്മയോ അങ്ങനെ ആരെങ്കിലും പാട്ട് പാടുന്നതായിട്ടുണ്ടോ? എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ എല്ലാവരും പാടും. നന്നായിട്ട് പാടും. ആ ഒരു കഴിവാ കിട്ടിയത് അല്ലേ? അപ്പൊ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടോ? ചേച്ചി പാട് മത്സരത്തിനെല്ലാം പങ്കെടുക്കാറുണ്ട്. അതെ അല്ലേ? അടിപൊളിയാണല്ലോ. എന്നാല് അതുപോലെ നമുക്കിപ്പം ഗുരുവിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? പ്രേമരാജൻ ചാലക്കല്ലേ? പിന്നെ വേറെ ടീച്ചർ ഉണ്ട്, ബീന ടീച്ചർ. എവിടെയാ? സ്കൂളിലെ ടീച്ചറായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി. കീഴറ അല്ലേ? അപ്പൊ അവർക്കെല്ലാം ഒരുപാട് സ്നേഹമല്ലേ അവരോടെല്ലാം? പിന്നെ വേറെ നാടകഗാനം അങ്ങനെ എന്തെങ്കിലും പാടുവോ? അല്ല അതുപോലെ ഒരു അടിച്ചുപൊളി പാട്ട് ഏതായിരിക്കും പാടുവോ? അടിച്ചുപൊളി പാട്ട് മോഹമുന്തിരി എല്ലാ സിനിമാ പാട്ടാ അല്ലേ? ഒന്ന് പാടാൻ ശ്രമിച്ചുകൂടെ നമുക്ക്?
മോഹമുന്തിരി വാറ്റിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരമേഞ്ഞിൽ ശലഭം വരവായി അടടപയ്യാ അഴകിതയ്യാ ഉലകിതൊന്ന ഒഴുകാനൊരു കുറിവാ തൊട്ടു തൊട്ടു നിന്നു മുട്ടി മുട്ടി വന്നു മുത്തമിട്ടതാരാണ് കണ്ടു കണ്ണെറിഞ്ഞു കാത്തു കാത്തു കരിങ്കട്ടെടുത്ത കള്ളക്കാമുകനെ മോഹമുന്തിരി വാറ്റിയ രാവ് സ്നേഹരതിയുടെ രാസനിലാവ്. അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ ശരിക്കും മ്യൂസിക് ഇട്ടിട്ട് പാടിയാൽ അങ്ങ് തകർക്കും അല്ലേ. നമുക്ക് എന്തായാലും യൂട്യൂബിൽ മ്യൂസിക് പറ്റില്ല, അത് കോപ്പി റൈറ്റ് ആയതുകൊണ്ട് അത് പറ്റില്ല. എന്തായാലും അടിച്ച് പൊളിച്ച് നന്നായിട്ട് നല്ല വോയിസാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ മഴയായതുകൊണ്ടാണ് ഇവിടുന്ന് കൂടി മാറിയിട്ടൊന്നും പോകാത്ത അല്ലേ. നല്ലൊരു അടിച്ച് പൊളിച്ച് വീഡിയോ ചെയ്യണമെന്നെല്ലാം പ്ലാൻ ചെയ്തായിരുന്നു അല്ലേ. അപ്പോഴേക്ക് നല്ല മഴ പെയ്ത് കുറച്ച് സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് ചെയ്യുകയാണ്. പിന്നെ പാട്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും ചിത്രം വര, ഡാൻസ് അങ്ങനെ എന്തെങ്കിലും? ഡാൻസ് കളിക്കും. ഡാൻസ് പഠിക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പഠിക്കുന്നില്ല. നമ്മൾ സാധാരണ എല്ലാവരും കളിക്കുന്ന പോലെ കളിക്കുന്നതാണോ? അല്ല ക്ലാസിക്കൽ ഡാൻസ്? ക്ലാസിക്കല് അമ്പലത്തിൽ നിന്ന് പരിപാടിക്കെല്ലാം കളിക്കാറുണ്ട്. അടിപൊളിയാണല്ലോ. ഇതിനെല്ലാം എങ്ങനെയാണ് ടൈം കിട്ടുന്നത്? ഇന്നത്തെ കാലത്ത് മൊബൈലിന് അഡിക്റ്റായ കുട്ടികൾ തന്നെയാണ് 99.9% കുട്ടികൾ അല്ലേ. അപ്പോൾ ഈ പാട്ടും പഠിപ്പും ഡാൻസും എല്ലാം എങ്ങനെയാണ് അതിനുള്ള ടൈം? ഡാൻസ് ഞാൻ അങ്ങനെ ഇതായിട്ട് പഠിക്കുന്നൊന്നുമില്ല. ആ സമയം വരുമ്പോ അവർ ഫ്രണ്ട്സിന്റെ ഒപ്പം അങ്ങനെ പഠിക്കുന്നതാണ്. ആ ഒരു മാസം അങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ പാട്ട് പറയുമ്പോ ഞാൻ ഫോൺ നോക്കുന്ന പകുതി സമയം ഞാൻ പാട്ട് ഇങ്ങനെ പാടി നോക്കും. ഈ ഫോണിൽ അങ്ങനെ ഒന്നും നോക്കാണ്ട് പാട്ടിന് കുറെ ടൈം അങ്ങ് കൊടുക്കും അല്ലേ? അങ്ങനെയല്ല, എന്നാലും ഒരു പകുതി സമയം എനിക്കിങ്ങനെ തോന്നുമ്പോ ഞാൻ ഓരോ പാട്ടിങ്ങനെ പഠിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ കുട്ടികൾ അതായത് ഗെയിമിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും എല്ലാം പിറകെ തന്നെയാണ്. ആ ഒരു പരിപാടി ഉണ്ടോ? ഇല്ലാണ്ടൊന്നും പറയാം. ചെറുതായിട്ടില്ല. അപ്പൊ അത്യാവശ്യം നമ്മളെ ചെറിയൊരു ടൈം അതിന് പോകുന്നുണ്ട്. മലയാളവും പാടിയിട്ടുണ്ട്, തമിഴും പാടിയിട്ടുണ്ട്, ഹിന്ദിയും പാടിയിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പം ഒരു ഹിന്ദി പാട്ട്, അതുപോലെ കന്നഡ പാട്ടും തെലുങ്ക് പാട്ടും എല്ലാം പാടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇനിയൊരു ഹിന്ദി പാട്ട് ഏതാ പാടുന്നത്? അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു തമിഴും കൂടി പാടാം അല്ലേ നമുക്ക്. ഏതായിരിക്കും ഹിന്ദി പാട്ട് പാടുന്നത്? പിയു പോലെ. അടിപൊളി, പാടിക്കോ. പിയു പോലെ പിയാ പോലെ जानू ना जिया डोले होले होले क्यों ये डोले जानू ना दिल की जो बातें है बातें जो दिल ही में रखना पिया लब तो ना खोलूं मैं खोलूं ना लपटों पर आँखों से सब कह दिया पियू बोले पिया बोले क्या ये बोले जानू ना जिया डोले होले होले क्यों ये डोले जानू ना. സൂപ്പർ, നല്ല ഫീൽ ഉണ്ട്. പിന്നെ അടുത്തൊരു പാട്ട്, തമിഴ് പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കും പാടുന്നത്? വസീകര അല്ലേ? എന്നാ പാടിയാലോ. വസീകര നെഞ്ചിനിക്ക ഉൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതുമതേ കണം എൻ കൺ തുറന്നാൽ മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും ഞാൻ ഏസിപ്പതും സാസിപ്പതും ഉന്നയവാനാനേ ഏങ്കുകിരേൻ ഉന്നിനെവാനാനേ നാ. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ. ഇനി ഒരുപാട് പാട്ട് പാടാനുണ്ട്. പിന്നെ വീഡിയോ ഒരുപാട് ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് പാട്ടും പാടാനും, അതുപോലെ മോളുടെ സ്വപ്നം IAS
IAS എന്ന ആ സ്വപ്നം, ഒരുപാട് സ്വപ്നം കണ്ടാലാന്ന് അത് സാക്ഷാത്കരിക്കുക. അങ്ങനെയാണ്. കുന്നോളം മോഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടും എന്ന് പറഞ്ഞ മാതിരി എന്തായാലും മോൾക്ക് തീർച്ചയായിട്ടും അവിടം വരെ എത്താൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ പാട്ടും കൊണ്ടുപോകാനുള്ള അങ്ങനെ ഒരു നല്ലൊരു തീരുമാനമാണ് അത്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങനെ ഒരു തീരുമാനം വളരെ കുറവായിരിക്കും. ഇല്ല എന്നല്ല, എന്നാലും വളരെ കുറവായിരിക്കും. അപ്പോൾ അടുത്തൊരു മലയാള പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് തൽക്കാലം നിർത്തിയാലോ? ഏതാ പാട്ട്? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് അല്ലേ? അടിപൊളി, പാടിക്കും. അഗ്നിസാക്ഷിയായിലത്താളി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകൂടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും നാലാളരെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളരെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാനിന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. സൂപ്പർ. അപ്പോൾ മോളും നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ? ഇനിയിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും എല്ലാം പറയണ്ട ഫ്രണ്ട്സോടും? സ്കൂളിലെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും പിന്നെ എൻ്റെ ബന്ധുക്കളോടെല്ലാം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഈ അവസരം എനിക്ക് ഒരുക്കി തന്ന അങ്കിളിനോടും മാമ്പൂ മീഡിയയോടും നന്ദി. അതുപോലെ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിക്കുക, അതുപോലെ ലക്ഷ്യത്തിലേക്ക് എത്തുക, അതുപോലെ ഒരുപാട് പാട്ട് പാടാനും ഒരുപാട് സ്റ്റേജും കവർ ചെയ്യാനുള്ള ഒരുപാട് അവസരം വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടുന്ന് നിർത്താം അല്ലേ? താങ്ക് യു.